ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ത്രെഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നും ത്രെഡ് ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ത്രെഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അപ്പൊ ആ ഒരു വീഡിയോയിൽ നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് എങ്ങനെ ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊന്നും നോക്കില്ല. ത്രെഡ് ആപ്ലിക്കേഷൻ എന്താണെന്നാണ് ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് നമുക്കൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ആ ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ത്രെഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ത്രെഡ് ആപ്ലിക്കേഷൻ. ഈ ഒരു ഐക്കണോട് കൂടി നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ബീറ്റ വെർഷൻ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ ടെസ്റ്ററായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ത്രെഡ് ആപ്ലിക്കേഷന്റെ ബീറ്റ വെർഷൻ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഫ്രം മെറ്റ എന്ന സിമ്പിളോടുകൂടി കാണാൻ സാധിക്കും. അതായത് മെറ്റയുടെ അണ്ടറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ ലോഗിൻ വിത്ത് ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ബേസിൽ നമുക്ക് ത്രെഡിലോട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു ID ക്ലിക്ക് ചെയ്യുകയാണ്. വേറൊരു ഡിവൈസിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഒരു ലോഗിൻ റിക്വസ്റ്റ് ആയിട്ടുണ്ട്. അതിന് വേറൊന്നും ചെയ്യേണ്ട. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാണ്. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ അപ്രൂവ് എന്നത് കൊടുക്കാം. ഇവിടെ അപ്രൂവ് റിക്വസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നെയിം എന്നതുള്ളത് ഇൻസ്റ്റാഗ്രാമിന്റെ അതേ സെയിം നെയിം ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കത്തില്ല. അവിടെ പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. അതായത് നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ തന്നെ പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുള്ള അതേ പ്രൊഫൈൽ പിക്ചർ തന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബയോ എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ അതേ ഉള്ള ബയോസ് നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബയോ എൻ്റർ ചെയ്ത് വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. തൽക്കാലം അവിടുന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ടിക്ക് കൊടുത്തു. അടുത്തത് ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അതും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസി ആയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. ശേഷം ടിക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെയെല്ലാം നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ മുകളിൽ കാണുന്ന ഒരു ആരോ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സെക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പബ്ലിക് ആക്കണോ പ്രൈവറ്റ് ആക്കണോ എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് ആക്കാം, പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം. ഞാൻ എന്തായാലും പബ്ലിക് തന്നെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഇവിടെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഫോളോ ചെയ്യണമെങ്കിൽ ഇവിടെ ഫോളോ ഓൾ എന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താലും മതി. ഓക്കെ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ആ ഒരു ആരോ ഐക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷന്റെ വർക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ ത്രെഡ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട്, അതായത് ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് ജോയിൻ ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റർ ആയപ്പോൾ തന്നെ ആരോ എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
അപ്പൊ ഇങ്ങോട്ട് നോക്കാമെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോരോ പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്ന ഓരോ വ്യക്തികളൊക്കെ ഇട്ട പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇതാ ഇവിടെ സെർച്ച് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ആൾക്കാരെയൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ചിലരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് അവരെ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ അടുത്തൊരു ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പം ട്വിറ്ററിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നതിന് ട്വീറ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾ ത്രെഡ് ആപ്ലിക്കേഷനിൽ ഇതുപോലെ എന്തെങ്കിലും എഴുതുന്നതൊക്കെ ചെയ്യുന്നതിന് ടൈപ്പ് ചെയ്യുന്നതിന് ഇവിടെ ത്രെഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോ ക്വറിക്ക് ഇവിടെ ത്രെഡ് എന്നാണ് പറയുന്നത്. അവിടെ ട്വിറ്ററിൽ ട്വീറ്റ് എന്ന് പറയുന്നോട്ട് ഇവിടെ ത്രെഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ത്രെഡ് ചെയ്യണമെങ്കിൽ ത്രെഡ് ചെയ്യാം, കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ എഴുതാം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇമേജസ് ഒക്കെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ഫോട്ടോസ് മാത്രമല്ല വീഡിയോസും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ ഏതോ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡൺ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്, ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ആയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എനിവൺ ക്യാൻ റിപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു 3 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തത് എനിവൺ, അടുത്തത് പ്രൊഫൈൽസ് യു ഫോളോ, അടുത്തത് മെൻഷൻഡ് ഒൺലി. അപ്പം ഈ ഒരു 3 സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് എന്താണെന്ന് വെച്ചാല് വേറെ ഒന്നുമില്ല, ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇടാൻ പോവുകയാണല്ലോ, ആ പോസ്റ്റ് ആരൊക്കെ കാണണം എന്നൊക്കെ നമുക്ക് ഇവിടെ ഇന്ന് തന്നെ തീരുമാനിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം എനിവൺ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൊഫൈൽസ് യു ഫോളോ, അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 3 സെറ്റിംഗ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത് നിങ്ങൾ ചൂസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ പോസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിതാ ഇപ്പം ചെയ്ത ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോ പോസ്റ്റ് ചെയ്ത ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുന്നതാണ്. അതിനായിട്ട് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ആ ഒരു പോസ്റ്റിന് ലൈക്സ് ഒക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ നമ്മളിപ്പം പോസ്റ്റ് ചെയ്തപ്പം ആർക്കൊക്കെ കാണണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തല്ലോ, അത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തന്നെ നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ചെയ്യാം. ഇനി ഞാനിത് ഡിലീറ്റ് ചെയ്യാൻ പോയേനെ, അതിനായിട്ട് വേറെ ഒന്നും ഞാൻ ഇവിടെ ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് ഇവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് ഓരോ പോസ്റ്റുകൾ ഇടാനും സാധിക്കുന്നതാണ്, അത് ഡിലീറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടെ നോക്കാന്നെങ്കിൽ ലവിന്റെ ഒരു ഐക്കൺ കണ്ട, അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ആരെയൊക്കെ ഫോളോ ചെയ്യുന്നു, നമ്മളെ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ കൊടുത്ത റിപ്ലൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫോളോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കി കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അവിടെ നോക്കാന്നുണ്ടെങ്കിൽ മുകളിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് ഡയറക്റ്റ് പോകാൻ സാധിക്കുന്നതാണ്. അതായത് ത്രെഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആ കൂട്ടുകാർക്ക് കൂടെ കാണാൻ സാധിക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് ത്രെഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ നെയിം ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴെയായിട്ട് ത്രെഡ് എന്ന് പറയുന്ന ഒരു ഐക്കൺ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ത്രെഡിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്, ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ്ട് ഞാൻ തിരിച്ച് ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ത്രെഡിലുമായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ ഇതാ ഇവിടെ മുകളിൽ നോക്കാമെങ്കിൽ 3 ലൈൻസ് കാണാം. അതിൽ നോക്കാമെങ്കിൽ നമ്മുടെ കുറേയധികം സെറ്റിംഗ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സെറ്റിംഗ്സിലൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചേഞ്ചസ് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രൈവസി പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുക.
അപ്പൊ അത്രേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ ഉണ്ട്. അത് എന്തെങ്കിലും പ്രൊഫൈലൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക. അതുപോലെ ഷെയർ പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനെല്ലാം സാധിക്കുന്നതാണ്. ഇതെല്ലാം ഹോം പേജിലായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ മെയിൻ പ്രൊഫൈൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ത്രെഡ് ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട്. അതുപോലെ ത്രെഡ് ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാനും അതുപോലെ ഒരു ത്രെഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കിയും കണ്ടു. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട്. അപ്പൊ ഇനി നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ത്രെഡ് ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പറ്റുന്ന പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.